ദുഷ്കരമാണ്. എന്തായാലും ഈ കണക്കുകളും അവിടുത്തെ സാഹചര്യങ്ങളും സംസ്ഥാനം സർക്കാർ തയ്യാറാക്കിയ കണക്കിലൂടെ അദ്ദേഹം പ്രധാനമന്ത്രിയെ അറിയിക്കും. ഇന്നലെ തന്നെ കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനത്തിൽ തന്നെ കേരളത്തിന്റെ നാശനഷ്ടങ്ങളുടെ ഒരു വ്യാപ്തി നേരിട്ട് ബോധ്യപ്പെട്ടിരുന്നു. എന്തായാലും അങ്ങനെ ഒരു സഹായം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുടെ തടസ്സമുണ്ടായേക്കാം. പക്ഷേ അതിതീവ്ര ദുരന്തം എന്ന പരിഗണനയിലേക്ക് പെടുത്തിയാൽ കേരളത്തിന് കൂടുതൽ സഹായങ്ങൾ ലഭിച്ചേക്കാം. സംസ്ഥാനം കടന്നുപോകുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ വയനാടിൻ്റെ പുനർനിർമ്മാണത്തിന് ഒരു പ്രത്യേക പാക്കേജ് തന്നെ കൂടുതൽ സഹായം വിവിധ മേഖലകളിൽ നിന്നുണ്ടായേണ്ടതുണ്ട്. ഇതിൽ പൊതുസമൂഹം ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട്, ജനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട്, വിവിധ മേഖലകളിലെ വ്യവസായികളും സിനിമാ താരങ്ങളും അടക്കമുള്ളവർ ഉണർന്നു പ്രവർത്തിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് സഹായം കൈമാറുന്നുണ്ട്. ഇതിന് പുറമെ കേന്ദ്ര സർക്കാരും കൂടി ഒത്തുചേരുന്നതോടുകൂടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂടിച്ചേരൽ വയനാട്ടുകാർക്ക് കൂടുതൽ കണ്ണീരൊപ്പാൻ സജ്ജമാവുന്ന പദ്ധതികൾ അവിടെ ഉണ്ടായി വരും എന്ന് തന്നെ നമുക്ക് കരുതാം. പ്രധാനമന്ത്രി പുറപ്പെടുകയാണ്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് പുറപ്പെടുകയാണ്. ഏകദേശം 1 മണിക്കൂറോളം ദൈർഘ്യമെടുക്കും അദ്ദേഹം ഈ വ്യോമമാർഗം അദ്ദേഹം ഈ ദുരന്ത മേഖലകളിലേക്ക് ഹെലികോപ്റ്റർ വഴി അദ്ദേഹം എത്താൻ. ഈ സമയം കൊണ്ട് ഒരുപക്ഷെ ഹെലികോപ്റ്ററിൽ ഒപ്പമുള്ള മുഖ്യമന്ത്രിയും ഗവർണറും അടക്കം കേരളത്തിന്റെ പൊതു സാഹചര്യങ്ങളും ദുരന്തമുണ്ടാക്കിയ പ്രതിസന്ധികളും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടേക്കാം. എന്തായാലും വ്യോമ നിരീക്ഷണം അദ്ദേഹം നടത്തുന്നു. ദൃശ്യങ്ങൾ കാണുന്നത് ഒരു ഹെലികോപ്റ്റർ പറന്നുയരുന്നതാണ്. യെസ്, അത് പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ അവിടേക്ക് പുറപ്പെടുകയാണ്. ദാദാ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെ ദുരന്ത മേഖലകളിൽ സന്ദർശനം നടത്തുന്നതിനായി അദ്ദേഹം പുറപ്പെടുകയാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും. നമ്മൾ കാത്തിരിക്കുന്ന കഴിഞ്ഞ കുറേ നാളുകളായി കേരളം കണ്ണീരോടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വയനാട്ടുകാരുടെ ആ ദുരന്തം, ആ കണ്ണീരൊപ്പാൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം അത് കൂടുതൽ കരുത്ത് പകരുമെന്ന് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും അദ്ദേഹം ദുരന്തമുഖത്തേക്ക് ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി തിരിച്ചറിയുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി എത്തുകയാണ്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന സുപ്രധാനമായ ചില ഈട്ടപ്പെടലുകൾ ഇന്നത്തെ ദിവസം നിർണായകമാവുകയാണ്. വയനാടിൻ്റെ പുനരുജ്ജീവനം സാധ്യമാകാൻ എന്തൊക്കെ പദ്ധതിയാണ് കൊണ്ടുവരിക, എന്തൊക്കെയാണ് അവിടെ സാധ്യമാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ ഈ മണിക്കൂറുകൾ, ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകളിൽ നിർണായകമാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശന പരിപാടികൾ ഇങ്ങനെയാണ്. അദ്ദേഹം ഇപ്പോൾ പുറപ്പെടുന്ന ആ വ്യോമമാർഗം അദ്ദേഹം ഇനി ഈ വയനാട്ടിലെ ദുരന്ത മേഖലയിലേക്ക് അദ്ദേഹം എത്തുകയാണ്. വ്യോമ നിരീക്ഷണം അദ്ദേഹം നടത്തും. അതിനുശേഷം അദ്ദേഹം തിരികെ കൽപ്പറ്റയിലേക്ക് വന്ന് കൽപ്പറ്റ സ്കൂൾ ഗ്രൗണ്ടിൽ അവരുടെ ഹെലിപ്പാഡിൽ അദ്ദേഹം ഇറങ്ങി. അതിനുശേഷം വീണ്ടും അദ്ദേഹം ദുരന്ത മുഖത്തേക്ക് അദ്ദേഹം റോഡ് മാർഗം എത്തി. ആ ദുരന്ത മേഖലയിൽ ചില പ്രധാനപ്പെട്ട ഇടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അദ്ദേഹം പോകുന്നുണ്ട് ചില പ്രധാനപ്പെട്ട ഇടങ്ങളിൽ. അതിനുമപ്പുറം അദ്ദേഹം മെഡിക്കൽ കോളേജിലെത്തി. അവിടെ ആ പ്രത്യേകം തയ്യാറാക്കിയ ഇടത്ത് അദ്ദേഹം അവിടെ ഈ ദുരന്ത ബാധിതരെ, ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടവരെ, പരിക്കേറ്റ് രക്ഷപ്പെട്ടവരെ, പരിക്കുകളുമായി രക്ഷപ്പെട്ടവരെ അദ്ദേഹം കാണുന്നു. അവരുമായി ആശയവിനിമയം നടത്തുന്നു. അതിനുശേഷം സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾക്കും ചർച്ചകൾക്കുമായി അദ്ദേഹം സമയം ചെലവഴിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഇന്നത്തെ ദിവസത്തിന്റെ ഏറെക്കുറെ പൂർണ്ണമായ സമയം അദ്ദേഹം വയനാട്ടിലെ ജനതയ്ക്ക് വേണ്ടി പ്രധാനമന്ത്രി മാറ്റിവെച്ചിരിക്കുകയാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ ദുരന്ത മുഖത്തേക്ക് എത്തുമ്പോൾ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുകയാണ് പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ. എന്തായാലും അവിടെ എല്ലാ തയ്യാറെടുപ്പുകളുമുണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കാരണം ഒരു ദുരന്തമുഖത്ത് ഇത്തരമൊരു രക്ഷാപ്രവർത്തനം നടക്കുന്നതിന് ഇടയിൽ പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണം. വലിയ തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്ന് കാര്യമായ നിയന്ത്രണം ആ മേഖലയിൽ ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. എന്തായാലും തിരച്ചിൽ നടപടികൾ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ രക്ഷാ ദൗത്യ പ്രവർത്തനങ്ങളെ ഒന്നും തടസ്സപ്പെടുത്തുന്നില്ല. പ്രധാനമന്ത്രിയുടെ സന്ദർശന പരിപാടി എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം കുറച്ച് സമയം മാത്രമാണ് റോഡ് മാർഗം അവിടെ എത്തുക. ബാക്കിയൊക്കെ അദ്ദേഹം വ്യോമമാർഗമുള്ള നിരീക്ഷണമാണ് അവിടെ അദ്ദേഹം നടത്താൻ പോകുന്നത്. അതാണ് ഒരുക്കിയിരിക്കുന്ന സന്ദർശന പരിപാടികളും. 3 ഹെലികോപ്റ്ററുകൾ